ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നൊരു പുതിയ റെസിപ്പി നോക്കിയാലോ. എഗ് കട്ട്ലേറ്റ് ആണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യം വന്നിട്ട് നല്ല ബ്രെഡ് 2 നല്ലോണം വെള്ളത്തിൽ മുക്കി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പൊട്ടറ്റോ ഒന്ന് രണ്ടായിട്ട് മുറിച്ച് നല്ല പുഴുങ്ങിയതാണ് കേട്ടോ, മുട്ടയും പുഴുങ്ങിയതാണ്. അപ്പോൾ മുട്ട ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ, ചെറിയ ചെറിയ ഇതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. പിന്നെ ബ്രെഡ് വേണം നമുക്ക് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ബ്രെഡ് വന്നിട്ട് നല്ലോണം ചൂടാക്കിയിട്ട് മിക്സിയിലിട്ട് അരച്ച് പൊടിയാക്കി ഇങ്ങനെ വയ്ക്കുക. പിന്നെ അടുത്തത് അതിലേക്ക് ആവശ്യം വന്നിട്ട് ഉള്ളി വേണം, പിന്നെ കുറച്ച് ഗരം മസാല, കറിവേപ്പില, പിന്നെ വന്നിട്ട് ഈ മുട്ടയും പൊട്ടറ്റയും വന്നിട്ട് നല്ലോണം എന്താ പറയുക, നല്ലോണം പൊട്ടിച്ച് ഇങ്ങനെ വെക്കണം കേട്ടോ, കുഴച്ച് വെക്കണം. അതിലേക്ക് കുറച്ച് മുളക് പൊടി, ഉപ്പ്, ഇതൊക്കെ കൂട്ടിയിട്ട് കുറച്ച് കോൺഫർമാവും കുറച്ച് അരിപ്പൊടി ഇടാം കേട്ടോ. അരിപ്പൊടി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ക്രിസ്പിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിട്ടിട്ട് നല്ലോണം ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് വെള്ളം ഇല്ലാണ്ട് ഇങ്ങനെ വെക്കണം കേട്ടോ. വെച്ചതിന് ശേഷം നമ്മൾ പരിപ്പ് വടക്കൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഒരു ഉരുണ്ടയാക്കിയിട്ട് ഇങ്ങനെ തട്ടിയെടുക്കില്ലേ, അതുപോലെ ഒന്ന് തട്ടിയിട്ട് ആ ബ്രെഡ് നമ്മൾ പൊടിച്ച് വെച്ചതിൽ വന്നിട്ട് നല്ലോണം ഡിപ്പ് ചെയ്തിട്ട് ചൂടായ വെളിച്ചെണ്ണയിലോ അല്ല നിങ്ങൾക്ക് എന്ത് എണ്ണയാണോ ആ ഓയിലെല്ലാം ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇട്ട് കൊടുത്ത ശേഷം നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വേവേണ്ട ആവശ്യമൊന്നും ഇല്ല, ബിക്കോസ് അതിൽ നല്ലോണം പുഴുങ്ങിയ പൊട്ടറ്റയും പിന്നെ എഗ്ഗും അല്ലേ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് പുഴുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പുഴുങ്ങണ്ടല്ല, പുഴുങ്ങിയതാണ് അതിൻ്റെ ഉള്ളിലുള്ളത്, അതുകൊണ്ട് നമുക്ക് വേവേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രൗൺ ആയിട്ട് ഒരു 2 മിനിറ്റ്സ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ട് നമുക്കൊന്ന് വെന്തോ നോക്കിയാൽ മതി. നല്ല ടേസ്റ്റാണ്. ഈ മഴ സമയത്ത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ചായക്ക് അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി റെസിപ്പിയാണ്. ഇത് ഭയങ്കര എളുപ്പമാണ്, അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒന്ന് തരണേ, മറക്കാതെ. ഓക്കെ, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.